ഹലോ, ഇന്ന് ഞങ്ങള് 3 പേരും കൂടി അമ്മണിയുടെ വീട്ടിലേക്ക് പോവാണ്. അമ്മണിയുടെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ ഒരാളെ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വരും. ഇന്നത്തെ ദിവസത്തിന് ഞങ്ങൾക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് നാട്ടിൽ നിന്നൊരു ഗസ്റ്റും വരുന്നുണ്ട്. അതാരാണെന്ന് നമുക്ക് പുക കാണാം. ആക്ച്വൽ പ്ലാൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ അമ്മിണിയുടെ വീട്ടിലേക്ക് ആളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. ആൾക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ആൾ വരുന്ന ഡേറ്റ് മാറ്റിവെച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസമാണ് ലാൻഡ് ചെയ്യുന്നത്. സോ ഞങ്ങൾ ആദ്യം അമ്മിണിയുടെ വീട്ടിൽ പോയി അവിടെ അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഗസ്റ്റിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവും. അപ്പോൾ നമുക്ക് പോവാം. ആക്ച്വലി വിൻ്റർ ടൈമിൽ നെതർലാൻഡ്സിൽ നിൽക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ നമ്മളാണെങ്കിൽ ഈ ഏപ്രിലിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. ഒരു വർഷം പോലും ആയിട്ടില്ല നാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ തിരിച്ചു പോകുന്നത് പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ പോകാനും പറ്റില്ല. ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കും, കുറേ പൈസ ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാനും നാട്ടിൽ നിന്ന് ആൾക്കാരിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിദേശത്ത് ജീവിക്കുന്നതും അത്ര വിഷമമുള്ള കാര്യമായിട്ട് തോന്നില്ല. ഇപ്പോൾ നമ്മൾ നാടിനെ മിസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ കൂടെ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് നമ്മൾ അഫക്റ്റ് ആവില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈം ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ടൈമാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ കല്യാണം കഴിച്ച ശേഷം ഇത്രയും സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ടൈം, ഇങ്ങനത്തെ ഒരു ടഫ് ടൈം ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സമയമാണ്. കാരണം ഞങ്ങൾ തന്നെ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും നമ്മൾ ഈ ഫെബ്രുവരിക്ക് മുമ്പ് ചെയ്തു തീർക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ കാര്യങ്ങളുടെ തിരക്കിൽ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഞെരുങ്ങി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മിണിയുടെ ബർത്ത്ഡേക്ക് പോകാൻ ഞങ്ങൾക്ക് സമയം ഉണ്ടാവുമോ, ടൈം കിട്ടുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഇൻവിറ്റേഷൻ ഈവനിങ്ങിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമുക്കൊരു സൗകര്യമായി. അതുകൊണ്ട് രാവിലെ നമുക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈവനിങ് അവിടേക്ക് പോയി. അത് കഴിഞ്ഞ് അവിടുന്ന് ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോയിട്ട് നമ്മൾ ആളിനെ പിക്കപ്പ് ചെയ്തിട്ട് തിരിച്ചു വരിക ചെയ്തത്. അപ്പോൾ എല്ലാം ആ സമയം ഇങ്ങനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വന്നത് കാരണം എല്ലാം ആ ഒരു ഫ്ലോയിൽ അങ്ങനെ അന്നത്തെ ദിവസം പോയി. കൂളിംഗ് ഗ്ലാസ്സും വെച്ച് ലാലാലയും പാടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തലയിലുള്ള ബേർഡനൊക്കെ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ എടുത്ത് ദൂരെ കളഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് എപ്പോഴും, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, എനിക്ക് എപ്പോഴും അൽമീറിലേക്കുള്ള ആ ഒരു ട്രിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി ഒരു വൈബ് സെറ്റാക്കി അങ്ങനെ പോകാറാണ്. എനിക്ക് ആ ട്രിപ്പ് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല, ഇന്നത്തെ ദിവസം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഒത്തിരി ഒത്തിരി തണുപ്പൊന്നുമില്ല, കുറച്ച് സണ്ണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ ജാക്കറ്റ് ഇട്ട് ബീനിയൊക്കെ വെച്ച് ഫുൾ ഒരു പെൻഗിൻ പോകുന്ന പോലെ ഇങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ടാവും. ഇന്നത്തെ ദിവസം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്നോയ്ക്കായിരുന്നു നെതർലാൻഡ്സിൽ. പോകെ ഇതൊരു സൺ കിസ്ഡ് മൊമെൻറ്റ്സ് ആയിപ്പോയി. ബിക്കോസ് സൂര്യൻ നേരെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കണ്ണിലേക്ക് അടിക്കുന്നുണ്ടായിരുന്നു, കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിവേസ് പാട്ടൊക്കെ പാടി ലാലാലയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ മെല്ലെ അവിടെ എത്തി. ഞങ്ങളായിരിക്കും ഏറ്റവും ലാസ്റ്റ് എത്തുക. ഞങ്ങൾ ഒത്തിരി ലേറ്റായിപ്പോയി എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ പോയപ്പോഴത്തേക്കും മനീഷും ഫാമിലി മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഞങ്ങൾ വന്ന ശേഷമാണ് വന്നത്. അത് മാത്രമല്ല, ഇത്രയും മലയാളീസിനെ ഒരുമിച്ച് ഞങ്ങൾ നെതർലാൻഡ്സിൽ കാണുന്നത് ഈ ഒരു ഫങ്ഷനാണ്. കുറേ പുതിയ മുഖങ്ങളുണ്ടായിരുന്നു ഈ പ്രാവശ്യം പോയപ്പോൾ. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടു. അതേപോലെ എനിക്ക് എല്ലാവരുടെയും പേരൊന്നും ഓർമ്മയില്ല, പക്ഷേ ഇനിയും കാണാമല്ലോ. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടു. അവരുടെയൊക്കെ കുഞ്ഞു മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവർ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തത് ഭയങ്കര ഇഷ്ടമായി. ബിക്കോസ് എനിക്ക് കളർഫുള്ളായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്.
തീമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഞാനും ഒരു പിങ്ക് കളർ ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു പോയത്. പിന്നെ കേക്കും അതേപോലെ തന്നെ റെയിൻബോ തീമിലുള്ള കേക്കായിരുന്നു. നമ്മുടെ ബർത്ത്ഡേക്കാരിനെയാണെങ്കിൽ കണ്ടാൽ മനസ്സിലാവുന്നേ ഇല്ല. ആൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പുതിയ ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ എവിടെയാ കൊണ്ടുവയ്ക്കുന്നത്? അവിടെ സൂക്ഷിച്ച് കൊണ്ടുവയ്ക്കുക. അവിടെ വെച്ചിട്ട് വരാം, എല്ലാം അവിടെ വെച്ചിട്ട് വരാം. That's good. That needs to be ഇവളുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് പോകണം. ചായക്കാരിയാണ്, പക്ഷെ ഞാൻ അവർ വന്നിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ചായ കുടിക്കാൻ വന്നതാ. അപ്പൊ എല്ലാവർക്കും കൂടെ റൗണ്ട് കിട്ടി. അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഹാപ്പി ബർത്ത്ഡേ പാട്ടിട്ട് നേരെ അമ്മിണി അമ്മിണി ഇങ്ങനെ Happy birthday to you. Happy birthday.
അങ്ങനെ ബർത്ത്ഡേ പാർട്ടി, കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളിപ്പോൾ ഒരാളിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മിണിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബിക്കോസ് ഇന്ന് ഏട്ടൻ്റെ സിസ്റ്റർ ജസ്മ നെതർലാൻഡ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവളിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. ചെറുതായിട്ട് വഴി ഒന്ന് തെറ്റിപ്പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്താൻ ലേറ്റായി പോകുമെന്നുള്ള ടെൻഷനിൽ മറ്റേ ഗില്ലിയിൽ വിജയ് പോകുന്ന പോലെ അജുനൊരു വീട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ ഓൺ ടൈം എത്തി. ഞങ്ങൾ പാർക്കിംഗ് എത്തുമ്പോൾ അവളവിടെ ബാഗിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഇറങ്ങി മെല്ലെ അവളിനെ തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി. എനിക്കോ റൂട്ടൊക്കെ തെറ്റി എയർപോർട്ട് എത്തി ഓൺ ടൈം. അവൾ ബാഗ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പോവാം. പോവാമോ? അവള് എയർപോർട്ടിനകത്തല്ലേ ഉള്ളേ. അപ്പൊ അവളെവിടെ ഉണ്ടാവും? അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. പെട്ടിക്ക് കിട്ടിയതാണ്. മീറ്റർ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് എയർപോർട്ട് മൊത്തം നല്ല ഭംഗിയിൽ ലൈറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നിറയെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ അടുത്ത് എവിടെ എത്തി, എവിടെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഞാനിവിടെ ഒരു ക്രിസ്മസ് ട്രീയുടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ചുറ്റിലും നോക്കിയിട്ടുണ്ടെങ്കിൽ 4 പാടും ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏത് ക്രിസ്മസ് ട്രീയുടെ അടുത്താന്ന് നോക്കി കണ്ടുപിടിച്ച് ഏട്ടൻ അവളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് എവിടെ തണുപ്പ്? പുറത്തിറങ്ങി തണുപ്പിടാവുള്ളൂ. ഇതൊരു തണുപ്പായി തോന്നുന്നുണ്ട്. ഇത് അമ്മ എല്ലാരും ഇങ്ങനെ നോക്കോ. എന്നെ കണ്ട ഓമോ. ഇല്ല, നീ നന്നായിട്ടുണ്ട് മേക്കപ്പ് ഇട്ട പോലെ. കുട്ടി എനിക്കത് ഇഷ്ടമായി. പക്ഷെ നമ്മുടെ നാട്ടിൽ റോഡിൽ ഓടിക്കാൻ പറ്റില്ല നമുക്ക്. മാത്രം നല്ല പിക്ചറൊക്കെ ഇട്ട് എന്നെ പോലെയും കണ്ട ഭൂതകാലത്തിൽ അത് ലൈറ്റ് ഇല്ല, എന്റെ ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. അല്ല ഞങ്ങളുടെ ഡ്രസ്സ് ഡാർക്ക് കളറല്ലേ, ഇരുട്ടിലായോണ്ട്. പക്ഷേ ഐ ഹാവ് നോ റിഗ്രറ്റ്. വെറുതെ അല്ല, അപ്പൊ ആൾക്കാർ എന്താ ഫുൾ ലൈറ്റ് ഒക്കെ ആയിട്ട് നല്ല ഭംഗി. അവിടെ നടന്ന വിൻഡർ സ്റ്റാൻഡേർഡ് பூ இருட்டா இருக்கு பாருங்க. இப்ப அப்படிதான் இருக்கு. ഒരു 5 ആവുമ്പോ ഇവിടെ ഉണ്ടാവും. 5:30 ഒക്കെ ആവുമ്പോ അത് അവിടെ എത്തിയിട്ട് കാണാം.